ഒരു മിനിറ്റ്. ഈ ഒരാളെ മതം വിട്ടു പറയുമ്പോഴേ റാഷണൽ ആയിട്ട് ബുദ്ധിപരമായിട്ട് കുറച്ച് റീസൺസ് പറയട്ടോ. അതാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ എന്നെ നുള്ളി, എന്നെ മാന്തി, എനിക്ക് മീൻ കൂട്ടുന്ന സമയത്ത് മീൻ കൂട്ടാൻ ഒരു കഷ്ണം, നല്ല കഷ്ണം എന്റെ ബ്രദറിന് കൊടുത്തു, എനിക്ക് തല തന്നു, അതൊന്നും ഇസ്ലാമെന്ന് അങ്ങനത്തെ കുറെ പറയുന്ന ആൾക്കാരുണ്ട്. പണ്ട് ഒരു 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 ചെങ്ങായി ക്ലബ് ഹൗസിൽ പള്ളിയിൽ ജുമ്മക്ക് പോയ സമയത്ത് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം കിട്ടിയില്ല. ശ്രദ്ധിച്ചേക്കണം, ജുമ്മക്ക് പോയപ്പോ കാർ പാർക്ക് സ്ഥലം കിട്ടിയില്ല, മതം വിട്ടു. കേക്കിന്റെ കഷ്ണം ചെറുതാ കിട്ടിയ അതുകൊണ്ട് എനിക്ക് കാർ പാർക്ക് സ്ഥലമില്ല, ഞാൻ മതം വിട്ടു. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് കേക്കിന്റെ കഷ്ണം ചെറുതാ കിട്ടി, അതുകൊണ്ട് ഞാൻ ഫെമിനിസ്റ്റ് ആയി എന്നൊക്കെ പറയുന്നത്. പറഞ്ഞ പോലെ. അതെ അതെ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന് ബുദ്ധിപരമായിട്ട് കേട്ടു നോക്കാം എന്താണ് ഇയാൾ പറയുന്നതെന്ന് കേൾക്കണല്ലോ. ആഴ്ചകളിലായിട്ടാണ് എന്റെ ദർസ് പഠനം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൂടാ. ഞാൻ അതായത് നോണ പറയാൻ തുടങ്ങി, പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ ആലോചിച്ചു, സെക്കൻഡ് ആലോചിച്ചു, ഇത് ഏതെങ്കിലും ഒരു പുസ്തകം കണ്ട ചിലപ്പോ പണിയിട്ട സാധ്യതയുണ്ട്, അതുകൊണ്ട് പൂർത്തീകരിച്ചെന്ന് പറയാൻ പറ്റൊന്നുമില്ല, അതിനിടക്ക് നിർത്തി. ഞാൻ ദർസൊക്കെ കണ്ടിട്ടുണ്ടാവും, അങ്ങനൊക്കെ സംഭവമൊക്കെ ഉണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ലെവല് ഇവൻ ദറസിൽ പോയിട്ടുണ്ട്. ഇവൻ പറഞ്ഞ വാദത്താണ്, ദറസിൽ പോയിട്ടുണ്ട്, പകുതിക്ക് വെച്ചിട്ട്, പകുതിക്കല്ല കുറച്ചൊക്കെ പോയി, അത് നിർത്തി. ഓക്കെ, പോലെ മനസ്സിലായല്ലോ. ഓക്കെ, വാദതാണ്. ബാക്കി കേൾക്കാം. നമുക്ക് ഒരു ഓഡിയോ കേൾക്കാം. ഇനിയാണ് അവന്റെ ആർഗ്യുമെന്റ്സിൽ പോകുന്നത്. അതെ, ഇവന്റെ ഒരു വീഡിയോ. ഞാനൊരിക്കൽ എല്ലാവരും ഉള്ള സമയത്ത്, ക്ലാസ്സിൽ എല്ലാവരും ഉള്ള സമയത്ത്, നിങ്ങൾക്ക് ആരാവണം, എന്താവണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു ചർച്ചയൊക്കെ സാറ് വെച്ച സമയത്ത്, ആ മാഷ് വെച്ച സമയത്ത് ഞാൻ ആ മാഷിനോട് പറഞ്ഞു, എനിക്ക് മ്യൂസിക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്, വയലിനൊക്കെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, ഓ ഇബ്ലീസിന്റെ പണിയാണോ എനിക്ക് താല്പര്യം എന്നുള്ളൊരു ചോദ്യം എന്നോട് തിരിച്ചു ചോദിച്ചു. ആള് മതത്തിന്റെ ഒരു സ്വാതന്ത്ര്യം വെച്ച് ചോദിച്ചതായിരിക്കണം, കാരണം ഞാനും ആളും മുസ്ലിം ആണല്ലോ. പക്ഷെ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ കൊണ്ടു, അതോടുകൂടി ഞാൻ ആ സ്വപ്നം, ആ ഒരു ആഗ്രഹം, ആ ഒരു താല്പര്യം അവിടെ ഉപേക്ഷിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സംഗതിയും ഇതേ അധ്യാപകനുമായി ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ശാസ്ത്രമേളക്ക് വേണ്ടിയിട്ട് കളിമണ്ണ് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കി പഠിച്ചുകൊണ്ടിരുന്നു ഞാൻ. അന്ന് കിളി, ആന, അങ്ങനത്തെ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ശാസ്ത്രമേളക്ക് ഞാൻ പേരും കൊടുത്തു. അങ്ങനെ ശാസ്ത്രമേളക്ക് പേര് കൊടുത്തപ്പോ ആ സമയത്ത് വീണ്ടും ഇതേ അധ്യാപകൻ പറയാണ്, ഈ കളിമണ്ണോണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, ശില്പങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ഇബ്ലീസിന്റെ പണിയാണ് കേട്ടോ എന്ന രീതിയിലൊരു സംസാരം എന്നോട് സംസാരിച്ചു. അതോടുകൂടി എനിക്ക് വീണ്ടും ഉള്ളിൽ തട്ടി, ഞാൻ പേടിച്ചു എന്ന് മാത്രമല്ല, ഈ ശാസ്ത്രമേളയുടെ ദിനത്തില് പനിച്ച് കടന്നു ഞാൻ. ഈ പനി എന്തെല്ലാം ലെവലിലുള്ള തള്ളുകൾ കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സംഭവം ഇത്ര പറയുന്നുള്ളൂ. അവന് മ്യൂസിക്, വയലിൻ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു, അതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു മുസ്ലിം അധ്യാപകനെ അവൻ എതിർത്തു. ഹറാമായ കാര്യമാണ് മോനെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ എതിർത്തു. അപ്പൊ അവന് ഭയങ്കര നിരാശയായി. എന്റെ മ്യൂസിക് പഠനം അത് തകർന്നല്ലോ. അങ്ങനെ അവൻ തീരുമാനിച്ചു, ഞാൻ ഈ ശാസ്ത്രമേളക്ക് കളിമൺ കൊണ്ട് പ്രതിമ ഉണ്ടാക്കാന്ന് കരുതി. കളിമൺ കൊണ്ട് പ്രതിമ ഉണ്ടാക്കാൻ പോയ സമയത്തും അതേ അധ്യാപകൻ തന്നെ അവൻ ഇത് ഹറാമാണ് മോനെ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ നിരുത്സാഹപ്പെടുത്തി. അത് അവൻ വല്ലാണ്ട് കൊണ്ടു. ഫസ്റ്റത്തെ വലിയ സീനില്ല, അന്ന് പനിച്ചിട്ടൊന്നുമില്ല. ഇത് കൊണ്ടപ്പോ ശാസ്ത്രമേളക്ക് കളിമൺ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ചെക്കൻ പനിച്ചു കിടന്നു എന്നാണ് പറയണത്. എന്റെ പൊന്നെ, എന്തൊരു തള്ളു എന്ന് പറഞ്ഞ പോലെ, എന്തൊരു തള്ളു പോലെ. നീ ശാസ്ത്രമേളക്ക് പോയിട്ടില്ല? നമ്മളൊന്നും പോയിട്ടില്ല. ഞാൻ ശാസ്ത്രമേളയില് വർക്കിംഗ് മോഡലിനല്ലേ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. ഞാൻ സ്റ്റിൽ മോഡലിന് പോയിട്ടുണ്ട്. സ്റ്റിൽ മോഡൽ ഇതില് എന്റെ അറിവില് 2 മോഡൽസ് ആണ് നമ്മൾ പൊതുവെ കൊണ്ടുപോകാറ്, വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും. ഇത് രണ്ടും എന്തെങ്കിലും സയന്റിഫിക് ആയ വിഷയമാണ് ഇതിൽ വരിക. ഇനി സാമൂഹ്യ ശാസ്ത്രമേള ഉണ്ട്, സോഷ്യൽ സയൻസ് ഫെയർ ഉണ്ട്. അതിലാണോ ഇയാൾ പറയുന്ന ഉദ്ദേശം മനസ്സിലാവുന്നില്ല. കാരണം സോഷ്യൽ സയൻസ് ഫെയറിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരാറുണ്ട്, ഇങ്ങനെ ഈ പറയുന്ന ശില്പങ്ങൾ ഉണ്ടാക്കിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അല്ലാതെ ഇതിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. കാരണം വർക്കിംഗ് മോഡലിലാണെങ്കിൽ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാക്കണ്ടേ. ഞാനിപ്പോ ഉണ്ടാക്കിയിരുന്നത് ജീനി എന്ന് പറയുന്ന ഒരു ഹോം അസിസ്റ്റന്റ് ആയിരുന്നു. അത് പത്രത്തിലൊക്കെ വന്നിരുന്നു ന്യൂസ് ആയിട്ട്. അപ്പൊ അതുപോലത്തെ സാധനങ്ങളാണ് ഉണ്ടാക്കുക. ഇനി അതല്ല, ഈ പറയുന്ന സ്റ്റിൽ മോഡൽ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചില ആൾക്കാരെ എന്തെങ്കിലും ഒരു വലിയ തിയററ്റിക്കൽ ആയിട്ട്, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന്റെ സ്റ്റിൽ ആയിട്ടുള്ള ഒരു പ്രവർത്തിക്കാത്ത മോഡലാണ് ഉണ്ടാക്കുക. ഇതിൽ ഏതിലാണ് ഈ പറയുന്ന കുരുവിയുടെയും അതേപോലെ തന്നെ കടന്നലിന്റെ ഒക്കെ പടം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്, അല്ലെ? പനി പിടിച്ച് കടന്നതിന്റെ കഥ വേറെ ഉണ്ട്. അതെ, പനി പിടിച്ച് കടന്നു. അതെനിക്ക് സഹിക്കുന്നില്ല കേട്ടിട്ട്. ഞാൻ ഇവനോട് പറയാം, ശാസ്ത്രമേള എന്ന് പറയുന്നത്, സയൻസ് ഫെയർ എന്ന് പറയുന്നത്, നമ്മള് എന്തിനും ഒരു
ഇൻവെൻഷൻ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ടെക്നോളജി എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തൊക്കെ ആയിരിക്കും. അതിപ്പോ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കാനൊന്നും വേണ്ട. അങ്ങനെ സ്റ്റിൽ മോഡൽ അല്ലെങ്കിൽ വർക്കിംഗ് മോഡൽ പറഞ്ഞ പോലെ അല്ല എന്തെങ്കിലും സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും ഉണ്ടാവാറുള്ളത് ഇതില് പിന്നെ സയൻസ് സ്വാഭാവികമായിട്ടും. ഡ്രാമ വരെ ഉണ്ട് ഈ കാലഘട്ടത്തില്. പക്ഷെ ഇത് അതൊന്നുമല്ല. അല്ല നമ്മള് സാധാരണ കലോത്സവങ്ങളിൽ കാണുന്ന ഡ്രാമക്ക് വ്യത്യാസമായിട്ട് സയൻസിന്റെ തീമിലുള്ള ഡ്രാമകള് അതെ 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 പരമായിട്ടും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രാമ വരെ ഉണ്ട്. പക്ഷെ ഈ നല്ല കാലിഗ്രാഫേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ചിത്രരചനക്കാരുണ്ട്. അവര് ഈ പറയുന്ന എന്തിന്റെ പടം മാത്രമല്ല വരച്ച് ജീവനുള്ളതിന്റെ സാധനങ്ങളുടെ അല്ലെങ്കിൽ ആരാധന തോന്നിക്കാൻ മാത്രമുള്ള കാര്യങ്ങളുടെ ചിത്രം വരക്കുന്നതിനെയാണ് വിരോധിച്ചിട്ടുള്ളത്. കുല്ലു മുസവ്വിറിൻ ഫിന്നാർ എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ സൂറത്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബിംബം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് ഇസ്ലാമില് പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമില് മാത്രമല്ല, യഹൂദ മതത്തിൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്, ക്രൈസ്തവ മതത്തിൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്, പല മതങ്ങളിലും നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ചിലവരൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പൊ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരിലെ പെന്തക്കോസ്റ്റ് വിഭാഗമൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ അവരിൽ കൂടുതലായിട്ടുള്ള കത്തോലിക്ക വിഭാഗം ഒന്നും അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പൊ കളിമണ്ണ് കാര്യം എത്രയേ ഉള്ളൂ അല്ലേ? പറഞ്ഞ പോലെ ബിംബങ്ങൾ ഉണ്ടാക്കുക, ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ള നിരോധിച്ചിട്ടുണ്ട്. അല്ലാതെ കുറെ ഇപ്പൊ ഇസ്ലാമിലെ കലക്കൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് കല എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ട് എഴുതാൻ അവകാശമുണ്ട്, കവിതകൾ എഴുതാം, കഥകൾ എഴുതാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻ ചെയ്യാം. മെഷീൻ ടെക്നോളജിക്കലി നമുക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ബിൽഡിംഗ് ഡിസൈൻസും കാര്യങ്ങളും കളിമണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതും ഡിസൈൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പല രീതിയിലും ഇപ്പോ സംഗീതത്തിന്റെ ഒക്കെ വിഷയം പറയുമ്പോ പല രീതിയിലും എന്ത് ചെയ്യാണ് ഇവര് ഇസ്ലാം പൂർണ്ണമായും കലക്കെതിരാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം അതിനൊക്കെ പല രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തിനെ? ഹലാലായ രീതിയിലുള്ള വിഷയത്തെ. ഇപ്പോ നമ്മുടെ പല കാര്യങ്ങളും പോയമായിട്ടുള്ളത്. ഇപ്പോ നമ്മള് ഉസൂൽ ഹദീസിൽ അറിയപ്പെടുന്ന ഒരു പോയാണ് എന്ത്? ബൈക്കൂനിയ. അതേപോലെ തന്നെ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഇബ്നുൽ ഖയ്യിമിന്റെ ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള, ആരും കേട്ടിരുന്നു പോകുന്ന നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു കവിതയാണ് നൂനിയ. അതേപോലെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അഖീദ വിശദീകരിക്കുന്ന, വിശ്വാസം വിശദീകരിക്കുന്ന ഒരു കവിതയാണ് ഇബ്നു അബീ ദാവൂദ് സിജിസ്താനിയുടെ ഹായിയ. ഇഷ്ടംപോലെ കവിത ഉണ്ട്. ഇബ്നു തൈമിയയുടെ ലാമിയ. ഇഷ്ടംപോലെ. എപ്പോഴും നമുക്ക് ഈ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ കവിതകളിലാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് അല്ലെ? ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായി ഡീഫെയിം ചെയ്ത് വേറെ രീതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ തോന്നുന്നു മറ്റേ കേരള സാഹിത്യോത്സവം വലിയ രീതിയിൽ നമ്മൾ നടത്താറുണ്ട്. മുസ്ലിം സംഘടന നടത്താറുണ്ട് സാഹിത്യോത്സവം. പോയിട്ടുണ്ടാവില്ല, മദ്രസന്ന് പോയിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. പ്രസംഗം ഉണ്ടാവാറുണ്ട്, കവിതകൾ ഉണ്ടാവാറുണ്ട്, അറബിക് പോയംസ് ഉണ്ടാവാറുണ്ട്, അത്യാവശ്യം എല്ലാ പ്രോഗ്രാംസും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊന്നും ഇവർക്ക് സത്യം പറയുകയില്ല. ഇതൊക്കെ മീൻ കൂട്ടാൻ കിട്ടാതെ മതം വിട്ടുപോയി എന്ന് പറഞ്ഞ വാദമുള്ളൂ ഇത്. അല്ലാതെ ചെറിയ സംഭവം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് മതം ഇതൊക്കെ അവനെ മനസ്സിൽ കൊണ്ടുവന്ന് പറയുമ്പോൾ പനിച്ചു കിടന്നു എന്ന് പറയുമ്പോൾ സഹിക്കാതെ പനിച്ചു കിടന്നു എന്നൊക്കെ പറയുമ്പോൾ തള്ളലൊക്കെ ഒരു ലെവലില്ലേ? ഇതെന്ത് തള്ളലാന്ന് കടന്നുപോയി ആ ദിവസം മുഴുവൻ. തള്ളിക്കോ, ഇങ്ങനെയൊക്കെ തള്ളരുത്. തള്ളിക്കോ, തള്ളണ്ടതേ പറയുന്നില്ല. കാരണം നിനക്ക് വരുമാനം ഉണ്ടാക്കേണ്ടി വരും, നിനക്ക് ഫേമസ് ആവേണ്ടി. വരുമാന മാർഗമാണ്. നമ്മളൊരാളുടെ വരുമാന മാർഗത്തെ കുറിച്ചിട്ട് കൂടുതൽ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. അത് പറയാൻ പറ്റില്ല. ചെക്കൻ കഞ്ഞി കുടിച്ച് ചെയ്യണ്ടല്ലേ പറയട്ടെ. അടുത്ത പെണ്ണിട്ടുണ്ടാവല്ലോ, പറയാൻ പറ്റില്ല. പെണ്ണ് നോക്കേണ്ടി വരും. നാട്ടിലെ ലൈബ്രറിയില് ഇതേ പേരിൽ മറ്റൊരു പുസ്തകം ഞാൻ കാണുന്നുണ്ട്, ഖുർആനും ശാസ്ത്രവും എന്ന പേരിൽ. എന്നാൽ ആ പുസ്തകം എഴുതിയ ആളുടെ പേര് EA ജബ്ബാർ എന്നായിരുന്നു. ഞാൻ ആ പുസ്തകം എടുത്ത് നോക്കിയ സമയത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ യുക്തിവാദികളുടെ ഒരു സംഭവമാണ് കിടക്കുന്നത്. അതായത് മകരവിളക്കിനെ പൊളിച്ചടുക്കി, മകരവിളക്ക് എന്ന് പറയുന്നത് ദൈവികമായ ഒന്നല്ല എന്നും അതിന്റെ പിന്നിലുള്ള ഉടായ്പ ഇന്നതാണെന്നൊക്കെ പറഞ്ഞൊരു സംഗതിയാണ് ആദ്യം തന്നെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത താളുകളിലേക്ക് കടക്കുന്ന സമയത്താണ് ഞാൻ ഈ ഖുർആനിലെ ശാസ്ത്രം എന്നത് പൊള്ളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രചന വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ തന്നെ എനിക്ക് കല്ല് കടിച്ചു. കാരണം മന്ദബുദ്ധിയായ ദൈവം എന്ന് ഒന്നിലധികം തവണ പലയിടങ്ങളിലായി എഴുതി ഞാൻ കാണുകയും ഞാൻ ആ പുസ്തകം അടച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അന്ന് എന്റെ ഉള്ളിൽ ആ പേരുണ്ട്, ഇദ്ദേഹത്തെ നേരിട്ട് കാണണം, ഇദ്ദേഹത്തെ ഗണ്ണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ട്. ഈ സമയത്താണ് +2 സമയത്ത് തന്നെ നാട്ടിലേക്ക് ജബ്ബാർ മാഷ് വരുന്നതും മധുരക്ക കോംപ്ലക്സിൽ നാട്ടിലൊരു ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്നതും ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ പോയി കേൾക്കുന്നതും. അപ്പോൾ എന്റെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യമുണ്ട് കേട്ടോ. ഈ ഒരു ദേഷ്യവുമായിട്ടാണ് ഞാനിത് കേൾക്കാൻ പോകുന്നത്. ആ സമയത്ത് എനിക്ക് കണ്ട് പരിചയമുള്ള മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, മുഹമ്മദ് പാറക്കൽ. അങ്ങനെ ഈ ഒരു
പ്രസംഗം കേൾക്കുന്ന സമയത്ത് ആദ്യം അവിടെ പ്രസംഗിച്ചത്, ഞാൻ ചെന്ന് കയറിയ ഉടനെ അവിടെ പ്രസംഗിച്ചത് അയ്യൂബ് മൗലവി ആയിരുന്നു. അയ്യൂബ് മൗലവിയുടെ പ്രസംഗം അന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാൽ പിന്നീടാണ് ഞാൻ അറിയുന്നത് അയ്യൂബ് മൗലവി ആണ് ആകെ യുക്തിവാദ പ്രസ്ഥാനത്തിലുള്ള ഒരേ ഒരു മൗലവി എന്നുള്ളതും അദ്ദേഹം വളരെ വിദഗ്ധനായ പ്രഭാഷകനാണെന്നൊക്കെ പിന്നെയാണ് അറിയുന്നത്. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ ഒരു മൗലവി മാത്രമല്ല, അറബിയിലെ പാണ്ഡിത്യമുള്ള മറ്റു പലരും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടെന്നും പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ വൈദിധ്യമുള്ളവർ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റൂലേ? പുള്ളിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറബി ഭാഷ ജ്ഞാനമുള്ള വൈദിധ്യമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, ബാക്കിയുള്ള ചപ്പുചവറുകളായിട്ടുള്ള ആളുകൾ അവിടെ തന്നെ നിന്നു എന്ന് പറയാല്ലേ? അതൊന്നും വേണ്ട, അവിടെ കിടന്നോട്ടെ, അവിടെ കിടന്നോട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. ആ ഹിദായത്ത് കിട്ടാൻ ഒരു ക്വാളിറ്റി വേണം കേട്ടോ, മറ്റേ ലോക്കൽസിനൊന്നും കിട്ടൂല. അപ്പൊ എന്തുകൊണ്ട് രണ്ടാമൊരു ഉമറിനെ കൊണ്ട് അള്ളാഹുവെ ദീനെ ശക്തിപ്പെടുത്തുന്ന അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചപ്പോ അതില് നമ്മുടെ ഉമറിന്റെ അവന് മാത്രം ആ ഹിദായത്ത് കിട്ടാനുള്ള കാരണം നമുക്കതിന്റെ ഹിസ്റ്ററി നോക്കി മനസ്സിലാവും. ആളുടെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് ഭയങ്കര ക്വാളിറ്റിയാണ്. വേൾഡിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരി ലിസ്റ്റിൽ അദ്ദേഹത്തിന് പേരുണ്ടാവും, ഏറ്റവും നീതിമാനായ ഭരണാധികാരി പേരില്. കാരണം അത്രത്തോളം ക്വാളിറ്റിയുടെ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് ഇസ്ലാമിലേക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും, അല്ലാത്ത ആൾക്കാരാണ് ഒത്തിരി അത്രേ ഉള്ളൂ. ഇപ്പൊ ജബ്ബാറിന്റെ കാര്യം പറഞ്ഞു. ജബ്ബാറിന്റെ കോമഡി എന്താ അറിയോ? ജബ്ബാറിന് അറബി അറിയില്ല. ഇവരിപ്പോ ജബ്ബാറിനെ ചിലപ്പോ പണ്ട് കണ്ടിട്ട്, ഞാൻ ജബ്ബാറിനെ ആദ്യമായിട്ട് കാണുന്നത്, ശരിക്കും ജബ്ബാറിന്റെ വർത്തമാനം കേൾക്കുന്നത് നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസിന്റെ അൺമാസ്കിംഗ് ഏറ്റിയസ് എന്ന് പറഞ്ഞ ക്ലബ് ഹൗസിൽ സ്പീക്കേഴ്സ് കോണർ മലയാളം എന്ന് പറഞ്ഞ ഒരു ക്ലബ് ഹൗസ് ചർച്ച ഉണ്ടായിരുന്നു. ഗവൺമെന്റോ ആ ക്ലബ് ഹൗസ് ചർച്ചയിൽ നമ്മളെ ജബ്ബാർ പിള്ളേരാണല്ലോ എന്ന് എഴുതിയിട്ട്, അവിടെ നമ്മളെ ഷാവുൽ ഇരിക്കുന്നുണ്ട്, അബ്ദുൽ അബ്ബാസ് ഇരിക്കുന്നുണ്ട്, അവർ പിള്ളേരാണല്ലോ എന്ന് എഴുതിയിട്ട് കയറി ചെന്ന് അതിൽ ഇവർ ചോദിച്ചു, ഈ ജബ്ബാർ മാഷെ ദൈവം ഇല്ല എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആൾ കുറെ കഷ്ടപ്പെട്ടു, ദൈവം ഇല്ല എന്ന് പറയുന്ന തെളിവൊന്നും കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞൊരു വാദമാണ്, ഞാൻ എവിടെയും ആ സാധനം എപ്പോഴും ഫേമസ് ആട്ടോ, അതൊക്കെ നമുക്ക് അവിടെ അതിന്റെ ക്ലിപ്പ് നമ്മളെ കയ്യിലുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാസിലെ ഞാന് ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നിരല്ലാഹുവാദി, ഞാൻ അള്ളാഹു ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയണേ. മനസ്സിലായോ ആള് പറയണത് അവിടെ വെച്ചിട്ട്? അങ്ങനെ അതായത് ഇത്രയും കാലം നിരീശ്വരവാദിയാണെന്നൊക്കെ പറഞ്ഞു കാണുന്ന ഒരു മനുഷ്യന് നമ്മുടെ പിള്ളേരെ മുമ്പിൽ, നമ്മളപ്പോ ചെക്കന്മാരെ മുമ്പിൽ കിട്ടിയപ്പോ ഒരു 5 മിനിറ്റിനുള്ളിൽ പുള്ളിക്കാരെ മാറ്റി പറഞ്ഞു, ഞാൻ നിരല്ലാഹുവാദി, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ആ നിലവാരമുള്ള ഒരു മനുഷ്യനാണ് ജബ്ബാർ. ഓക്കെ, ജബ്ബാറിന്റെ വേറെ കോമഡി എന്തറിയും? ജബ്ബാറിന് അറബി അറിയില്ല എന്ന് ജബ്ബാറിന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് നടന്നിട്ടുള്ള ചർച്ചയിൽ ഒരു ഡിബേറ്റ് നടന്നപ്പോൾ ആ ഡിബേറ്റിന്റെ വിഷയം ഈ ജബ്ബാറിന് അറബി അറിയാത്തതാണ്, അതുകൊണ്ട് ജബ്ബാർ അറബി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു നിർത്താം എന്ന് നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അയ്യൂബ് മൗലവി പറഞ്ഞു. ഈ അയ്യൂബ് മൗലവി അങ്ങനെ പറഞ്ഞ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ച കിടക്കും, എനിക്ക് അറബി അറിയില്ല, പക്ഷെ അറബി അറിയണം എന്നില്ല. മനസ്സിലായി? അറബി അറിയണം എന്നില്ല ഖുർആൻ വ്യാഖ്യാനിക്കാൻ. ഈ ഫിസിക്സ് ബുക്കൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിലേ വായിച്ചിട്ട് ഇത് വായിക്കാൻ നമുക്ക് ഫിസിക്സിന്റെ ബാലപാഠം എന്ന് അറിയണ്ട, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷ് അറിയണ്ട എന്നൊക്കെ പറയുന്ന പോലെ ഇംഗ്ലീഷ് അറിയണമല്ലോ. ഇംഗ്ലീഷ് ബുക്ക് നമുക്ക് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വായിക്കാം, അതിനെ കുറിച്ച് പഠിക്കാൻ പറയുന്ന പോലെയാണ്. അതെ അതെ, അതൊരു മണ്ടൽ വാദം. ഈ മണ്ടൽ വാദത്തിന് ഡിബേറ്റ് തയ്യാറായ വ്യക്തിയാണ്. അല്ലെങ്കിൽ സെമാന്റിക്സോ അല്ലെങ്കിൽ വേറെ വിഷയങ്ങളൊന്നും അറിയണ്ടല്ല, എങ്ങനെയാണ് കോഡിങ് വർക്ക് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാം, വലിയ ആപ്പ് ഡെവലപ്പ് ചെയ്യാം, ഇതൊക്കെ പറയുന്ന പോലെയാണ്. ഒരു ആപ്പിൾ മൊബൈൽ ഫോൺ എടുത്ത് നടന്നിട്ട് കോഡിങ് ബുക്ക് വായിച്ച് പഠിച്ചത് പോലെയാണ് സംഭവം. അത്രേ ഉള്ളൂ. അപ്പൊ അതിനും നന്നായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 4-5 ജേർണൽ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഹാർട്ട് സർജറിയെ കുറിച്ചിട്ട്, എനിക്ക് ഹാർട്ട് അറ്റാക്കിന് ചികിത്സിക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ. ഞാൻ MBBS ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ 2-3 ജേർണലിൽ 2-3 പേപ്പേഴ്സ് വായിച്ചിട്ടുണ്ട്, റിസർച്ച് പേപ്പേഴ്സ്. അത്ര നോളജ് എനിക്കുണ്ട്. ആ ലെവലിലെ കമ്പാരിസൺ പോലും പറ്റില്ല കേട്ടോ. പുള്ളിക്കാരനെ ആകുള്ളത് പുള്ളിക്കാരനെ ഒരു ഖുർആൻ വായിക്കുന്നു, പുള്ളിക്കാരൻ മലയാളത്തിൽ വായിക്കുന്നു, അതിൽ അറബി ഈ ഖുർആൻ നോക്കുന്നു, അതിന് തോന്നിയ പോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതാണ് സംഭവം. അപ്പൊ ഇത് അറബി അറിയേണ്ട ആവശ്യമില്ല ഖുർആൻ പഠിക്കാനും വ്യാഖ്യാനിക്കാനും എന്ന വിഷയത്തില് ചർച്ച ചെയ്യാൻ പോയ ഒരു മനുഷ്യനാണ് ജബ്ബാർ. അങ്ങനെ ലോകത്തിൽ മനുഷ്യൻ ചെയ്യില്ല, ലോകത്തിലൊരു മനുഷ്യൻ പോലെ ചർച്ച ചെയ്യില്ല. ഈ ജബ്ബാറാണ് ഇവൻ പറഞ്ഞത് എന്താ, ഈ ജബ്ബാറിന് പുസ്തകം കിട്ടി, ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് മറ്റേ ഖുർആന്റെ അകത്തുള്ള ശാസ്ത്രങ്ങളെല്ലാം അബദ്ധമാണെന്ന് മോറിസ് ബുഖാരിയെ അവർ തള്ളിക്കൊണ്ട്
ജബ്ബാർ മാഷിന്റെ ഒരു വിഖ്യാതമായ പുസ്തകം അത് കണ്ടപ്പോൾ എന്താ മന്ദബുദ്ധിയായ ദൈവം, ഈ മന്ദബുദ്ധിയായ ദൈവം എന്നുള്ള പദം വിശ്വവിഖ്യാതം എന്ന് പറയാത്ത ഭാഗ്യം. ഇതിലെ മന്ദബുദ്ധിയായിട്ടുള്ള ദൈവം എന്ന് ഇടക്കിടക്ക് പറയേണ്ടത് അതാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് ശരിയാണ്, പുസ്തകം എഴുതിയാലും ശരി, അത്ര ക്വാളിറ്റിയെ പുള്ളിക്കുള്ളൂ. അല്ല ആ ക്വാളിറ്റിയേ ഉള്ളൂ. അത് എടുത്തു പറയുന്നുണ്ടോ ഇവനെന്തോ ഒരു കാറ്റ് പറയാ, അതായത് അതിന് മിനിമം ലോജിക് ബുദ്ധി ഇല്ലാത്ത ഒരു ക്വാളിറ്റി തന്നെ ഉള്ളൂ. അവരെ ഇത്തിബായ് ചെയ്യുന്ന, അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളൂ. എടുത്ത് പറയുന്നത് അതെ. അതെന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചു. അവന്റെ കാര്യമായിട്ട് പറയാം ഒരു പുസ്തകത്തിന് മന്ദബുദ്ധിയായ ദൈവം മന്ദബുദ്ധിയായ ദൈവം എന്നുള്ളതിനാണ് എന്ത് കാര്യം പറഞ്ഞു അത് വല്ലതും പറ. ഈ മന്ദബുദ്ധിയായ ദൈവം ഏത് മന്ത്രം എഴുതി കൂടെ? അല്ലെ, അത് ഏത് ജബ്ബാറിനും എഴുതാം, ഏത് ലിയാഖത്തിനും എഴുതാം, ഏത് ആരിഫിനും എഴുതാം. ഓക്കെ, ഇനി പറഞ്ഞ കാര്യം, ഈ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അവന് അത് കണ്ടിട്ട് അവന് സംശയം തോന്നി, ജബ്ബാറിനെ കാണണമെന്ന് ആഗ്രഹം തോന്നി. ഈ ജബ്ബാർ ഒരു പുസ്തകം വായിക്കുമ്പോൾ എന്റെ സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ ദീൻ പഠിക്കാൻ പോയി എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയില്ലേ, ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകം എഴുതിയ ഓദറിനെ കുറിച്ച് നോക്കണം. ഈ തെങ്ങുകയറ്റക്കാരൻ്റെ ഒരു ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് പുസ്തകം എഴുതിക്കല് നോക്കുമ്പോൾ പുള്ളിക്കാരൻ തെങ്ങുകയറ്റക്കാരനാണ്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ അങ്ങനെ നോക്കുമ്പോ ആകാശം റോക്കറ്റ് പോലെ കാണാറുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ക്രസ്റ്റ് ഇങ്ങനെയാണ്, അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്ര ക്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആരാണെന്നുള്ളത് നോക്കണം. ഒന്നാമത് ആ അറബി അറിയോ, ആ ഖുർആൻ അറിയോ, ഇതൊക്കെ നോക്കണം. നോക്കിയിട്ടാണ് ഈ സാധനം വാങ്ങുക. അത് പൈസ കൊടുത്തില്ല, ലൈബ്രറി പോയിട്ട് എടുത്തതാണ്. ലൈബ്രറി പോയിട്ട് വലിയ പൈസ ഒന്നുമില്ല. പണ്ട് ഒരു കാര്യം നമുക്ക് അറബിയിൽ വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇൽമുൻ നഹ്വ് അറിയൽ നിർബന്ധമാണ്. അതായത് അറബി ഗ്രാമർ അറിയലും അറബി ഭാഷ പഠിക്കലും നിർബന്ധമാണ്. അതേപോലെ തന്നെ അത് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ ബലാഗ കൂടി പഠിക്കണം. അതിന്റെ സാഹിത്യപരമായിട്ടുള്ള വിഷയങ്ങളും കൂടി കിട്ടാൻ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ അറബിക്കിൽ എഴുതിയിട്ടുള്ളതാണ്. എന്ത് ഖുർആൻ എന്ന് പറയുന്നത് അത്രയും ക്ലാസിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, അത് അത്രയും പോയറ്റിക്കുമാണ്. ബലാഗ കൂടി അറിയണം. അപ്പൊ അത്രയും അറിവുള്ള, അറബി ഭാഷയിൽ അത്രത്തോളം ഇൽമുള്ള, അവഗാഹമുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, അതിന്റെ ഭാഷാർത്ഥ പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ തന്നെ സാധിക്കുള്ളൂ. അതിനെ വ്യാഖ്യാനിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെയും ധാരാളം ഷർത്തുകളുണ്ട്. ഒരാൾക്ക് അത് വ്യാഖ്യാനിക്കാൻ പറ്റണം. അതിന്റെ അവതരണ പശ്ചാത്തലം അറിയണം. ഇയാൾ എന്താ ചെയ്യുന്നത്, ഇയാളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. അയാൾ വായിക്കുന്നു, അയാൾക്ക് ഇഷ്ടമുള്ള അർത്ഥം കൊടുക്കുന്നു, ഏത് ട്രാൻസ്ലേഷനിൽ നിന്നാണ് അയാൾക്ക് ഇഷ്ടമുള്ള അർത്ഥം കിട്ടിയതെങ്കിൽ ആ അർത്ഥം കൊടുക്കുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് പുള്ളിയുടെ അർത്ഥം പറയുന്നു. ഇവിടെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇവിടെ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഉദ്ദേശിക്കാൻ. എല്ലാത്തിനും ഒരു അവതരണ പശ്ചാത്തലമുണ്ട്, അതിന് കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കും അത് ഖുർആൻ കൊണ്ട് തന്നെ തഫ്സീർ ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ട്. ഓരോന്നും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെ കുറിച്ചിട്ട് ഉലമാക്കൾ കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. മുഖദ്ദിമത്ത് ഉസൂൽ തഫ്സീർ എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് ഒരു കിതാബുണ്ട്. അപ്പൊ ഇത് വലിയ കിതാബുകൾ തന്നെ എങ്ങനെ ഖുർആൻ തഫ്സീർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തഫ്സീർ എങ്ങനെ ചെയ്യണ്ടേന്ന് പറഞ്ഞുകൊണ്ട് പുസ്തക ഗ്രന്ഥങ്ങളുണ്ട്. അല്ലെ അത് വേറെ അറിയണം. ആ ഗ്രന്ഥം വായിക്കാൻ അറബി അറിയണം, അത് വേറെ വിഷയം. അത് വായിക്കണമെങ്കിലും അറബി അറിയണം. അറബി അറിയാത്ത ഒരാൾക്ക് ഉള്ള ബാബൽ ഡോറയല്ലത്. ആ ആൾക്ക് കയറി പോകത്ത് പറ്റാത്തൊരു ഡോറാണത്. കാരണം അറബി അറിയുന്ന ആൾക്കേ ഉള്ളൂ. നമ്മളിപ്പോ എന്തിനാ അറബി പഠിക്കുന്നത്? അറബി ഭാഷ പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഖുർആൻ അറിയണം എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള അറബി അറിയണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. അതിനുവേണ്ടി അറബി പഠിക്കുന്ന ആളാ. അപ്പൊ ഖുർആൻ തർജിമ ചെയ്യുന്നതല്ല ഇയാൾ ചെയ്യുന്നത്, ഖുർആന്റെ തഫ്സീർ പറയുന്ന ഇയാൾക്ക് അറബി ഭാഷ അറിയില്ല. അറബി ക്ലാസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അറബി ക്ലാസ്. അത് ജസ്റ്റ് നമ്മളതിന്റെ ബേസിക് കാര്യങ്ങള് വളരെ ബേസിക് ആയിട്ട് കുറച്ച് കിതാബുകളൊക്കെ വായിച്ചു തുടങ്ങണം. അതേപോലെ തന്നെ അറബി ഭാഷയിൽ കുറച്ച് നമുക്ക് മനസ്സിലാക്കണം. ഖുർആൻ നമ്മൾ രാത്രി നമസ്കരിക്കുമ്പോഴും അതേപോലെ തന്നെ ഓതുമ്പോഴും നമുക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതാൻ പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ അറബി പഠിക്കുന്നത്. മിനിമം ഉദ്ദേശം അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇയാൾ അതിനു മുമ്പേ ഖുർആന്റെ ഭാഷ അറിയില്ല, ഒരു ഫത്വയും കസറും ഇല്ലാത്ത ഹർക്കത്തില്ലാത്ത ഒരു അറബി കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള നോളജ് പുള്ളിക്കില്ല. ആ ആളാണ് എന്ത് ചെയ്യുന്നത്, ഖുർആൻ ഈ പറയുന്നത് തഫ്സീർ ചെയ്യാൻ പോകുന്നത്. അതാണ് അയാള് എഴുതിയ പുസ്തകം. പിന്നെ പുള്ളിയുടെ ശാസ്ത്ര പരിജ്ഞാനാണെങ്കിലോ, പുള്ളി ഒരു LP സ്കൂൾ ടീച്ചറാണ്. LP സ്കൂൾ ടീച്ചറിന്റെ ശാസ്ത്ര പരിജ്ഞാനം എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. പുള്ളി ഒരു സയൻസ് വിദ്യാർത്ഥിയല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ആണ് ഖുർആനിലെ സയൻസിനെ കുറിച്ചിട്ടുള്ള
ഈയിടെ ഒരു കാര്യം മറ്റേ ഈ എൽ പി സ്കൂളിലെ സാറാന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു കാര്യം ഓർമ്മ കിട്ടി. പണ്ട് ഷാഹുൽ ഹമീദുമായിട്ടൊരു ചർച്ച ഇതന്നെ, നമ്മളെ ജബ്ബാറും ഷാഹുൽ ഹമീദും. ഷാഹുൽ ഹമീദിന് 25 വയസ്സ് ചെറിയ പയ്യനാണ്, നമുക്കറിയാലോ. ജബ്ബാർ മാഷാന്റെ ഇരട്ടി പ്രായമുണ്ട്, ഇത്രയായി. അതും എൽ പി സ്കൂളിൽ പഠിപ്പിച്ച മാഷാണെന്ന് സ്വയം എഴുതി കിടക്കുന്നവളെ ഖുർആൻ പണ്ഡിതനാണ്, ഖുർആൻ പ്രത്യേകം എഴുതും. അതെ, ജബ്ബാർ മാഷാണ്. പുള്ളിക്കാരനെ പിന്നെ ഷാഹുൽ ചോദിച്ചു, വട്ടത്തിൽ ത്രികോണം ഉണ്ടാവുക ചോദിച്ചു. ജബ്ബാർ മാഷെ, വട്ടത്തിൽ ത്രികോണം ഉണ്ടാവുക ചോദിച്ചപ്പോ ആട് ഇല്ലാന്ന് പറയുന്നില്ല, ഉണ്ടെന്ന് പറയുന്നില്ല. അതാണ് ആളുടെ പരിജ്ഞാനം, നിലവാരവും പരിജ്ഞാനവും. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ പറയില്ല എവിടെ പറയണേ ഇല്ല. ഒരു 5ാം ക്ലാസ്സിലൊക്കെ ത്രികോണമിതി പഠിക്കാണ്ടാവും ചിലപ്പോ പുള്ളി. അത് ട്രിഗ്നോമെട്രി എന്നൊക്കെ പറയുന്ന സാധനം അത് ചിലപ്പോ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതുകൊണ്ട് അത് പഠിക്കാതെ പോയത് കൊണ്ടാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം. ഇത് സ്കൂളിൽ പോയിട്ടില്ല, ഇത് പട്ടത്തിന് ത്രികോണം ഉണ്ടാവില്ല എന്ന് പറയാൻ വലിയ ബുദ്ധിയാണോ? ഇതൊക്കെ എന്ത് പട്ടം ത്രികോണം വേറെ രണ്ട് സാധനമാണെന്ന് പറയാന്, അത് പറയാൻ പുള്ളിക്കാരന് 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക, പറയണേ ഇല്ല. അപ്പൊ ആ നിലവാരം മനുഷ്യ സയൻസ് നമ്മളോട് പറയാൻ നിൽക്കേണ്ട, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ ചെക്കനോട് പറയാനുള്ളത്, ഇങ്ങനെ നിങ്ങൾ വാദിക്കുന്ന നിങ്ങൾ പണ്ട് തീ പഠിക്കാൻ പോയി എന്നുള്ളതാ. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത് പുസ്തകം വായിക്കാൻ അറിയില്ല. പുസ്തകം വായിക്കുമ്പോൾ ഓദർ ആരാൻ നോക്കണം. പിന്നെ ആ പുസ്തകത്തിന് ഓദറിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ നോക്കണം. ഒരു പുസ്തകം കണ്ടെടുത്ത് വായിക്കല് ചെയ്യാം. അതിനെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. പക്ഷെ സ്വാലിഹൽ മുനജ്ജിദിന്റെ ഒരു കിതാബുണ്ട് എങ്ങനെ പുസ്തകം വായിക്കണം എന്ന്. നമുക്കിതിൽ എല്ലാത്തിനും കിതാബുണ്ട്. അത് വായിക്കാനും അറബി അറിയണം, വേറെ വിഷയം. പക്ഷെ വന്നിട്ടുണ്ട്. അതെ, നമ്മളല്ലെങ്കിൽ അവർ കിതാബിന്റെ ആൾക്കാരെന്ന് പറയാറുണ്ട്, പുസ്തകത്തിന്റെ ആൾക്കാരെന്ന് പറയാം. നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് പോയാലോ. കുറച്ചുകൂടി രസമുള്ള പാർട്ടാണ് തള്ളുകളുടെ മേളം. കൊണ്ട് എന്റെ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥി അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഈ അമുസ്ലിങ്ങളെയൊക്കെ വധിക്കുന്ന, കൊന്നു തള്ളുന്ന ISIS, അൽ-ഖ്വയ്ദ പോലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെയൊക്കെയാണ് ആളുടെ പ്രസംഗം. ഈ ഒരു പ്രസംഗം കേട്ടുകൊണ്ട് ആ സമയത്ത് അതിലെ കടന്നു വന്ന മുദരിസ്, പ്രധാന ദർസ് അധ്യാപകൻ, അദ്ദേഹം പറഞ്ഞു, താൻ എന്താണ് ഈ പറയുന്നത്? മുശ്രിക്കീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നല്ലേ? പിന്നെ എങ്ങനെയാണ് താൻ പറയുന്നത് ശരിയാവുക? അവരെ കൊല്ലുന്നേ വേണ്ടത്, അവർ മരിക്കേണ്ടവർ തന്നെയാണ്. ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവരെ കൊല്ലുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന രീതിയിൽ അവൻ പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ട് ഒരു സംസാരിച്ച ആള് കടന്നുപോയി. ഇവൻ അവിടെ സ്റ്റെക്കായി. ഇവൻ പ്രിപ്പയർ ചെയ്ത പ്രസംഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സംഗതി തന്നെ അവിടെ ഇല്ലാതായ ഒരു അവസ്ഥ അവിടെ ഉണ്ടായി വന്നു. ഈ ഒരു സമയത്ത് എന്റെ ഉള്ളൊന്ന് കിടുങ്ങുന്നുണ്ട്. ഇതെന്താണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത്? ഇതിനു മുമ്പ് ഇയാൾക്കൊരു കായികയില്ല, ഒരു അടിസ്ഥാനം ഇല്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇയാൾ അൽ-ഖ്വയ്ദ എന്ന് പറഞ്ഞത്. ഒരു ദർസ് വിദ്യാർത്ഥി ഒരിക്കലും പറയാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യമാണെന്ത്. കാരണം അയാൾക്ക് അറ്റ്ലീസ്റ്റ് അൽ-ഖാഇദ എന്നുള്ള പേരെങ്കിലും അറിയുന്നുണ്ടാവും. ഒരു കായിക ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ദർസ് വിദ്യാർത്ഥി ഇങ്ങനെ പറയില്ല. ദർസിന്റെ വടി കണ്ട ഒരാള് അങ്ങനെ പറയാനുള്ള സാധ്യത കുറവാണ്. അത് സംഭവം മലയാളത്തിൽ അങ്ങനെ എഴുതുക, അങ്ങനെ എഴുതുക. പിന്നെ മറ്റേ ഇവര് തറസിൽ പോയി നുണയാവാനും സാധ്യത. ഇപ്പൊ നമുക്കറിയില്ല, ഇപ്പൊ ആ വഴിക്ക് പോയി വരെ ചായ കൊടുക്കുമ്പോൾ നമുക്ക് അറിയില്ല, അവിടെ നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ പട്ടാളത്തിൽ നമുക്ക് അതിലേക്ക് പിന്നെ വരാം. അതെ, പട്ടാളത്തിലായിരുന്നു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അന്വേഷണം പട്ടാളത്തില് ചപ്പാത്തി വരത്തലും ദോശ ആട്ടലക്കുന്ന പരിപാടി. അപ്പൊ അങ്ങനത്തെ പരിപാടി ആയിരുന്നോ ദർസിൽ നമുക്കറിയില്ല. അറബിയിൽ അൽ-ഖ്വയ്ദ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ വേറെ രസം അറിയും, ഈ ISISനെ വെച്ചിട്ട് ഇവര് പറയുന്നത്, ISISനെ ഇതിപ്പോ എക്സ്ട്രീം ലിബറൽസും എക്സ്ട്രീം ഏത്തിയസ്റ്റുകളും എക്സ്ട്രീം റൈറ്റ് വിംഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ്. ISIS നിങ്ങൾ ISIS ആണ്. നമ്മൾ രസം അറിയോ, മുസ്ലിങ്ങൾ പറയും ഞങ്ങൾ ISIS അല്ല എന്ന് പറയും, അല്ലെ? നമ്മൾ ISISുമായി ബന്ധമില്ലാത്ത ആൾക്കാരാണ്, ISIS ഇസ്ലാം അല്ല, ISISന്റെ ആശയങ്ങൾ ഇസ്ലാമികമല്ല എന്ന് നമ്മൾ പറയും. മുസ്ലിങ്ങൾ പറയും. ISIS പറയും ഞങ്ങൾ ഇസ്ലാമാണെന്ന് പറയും. അതുപോലെ ഇവരും പറയും ISIS ഇസ്ലാമാണെന്ന്. ആകെ ISIS സപ്പോർട്ട് ചെയ്യുന്ന ആരാ? ഇവന്മാരും ISISും. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ കാലങ്ങളായിട്ട് കേരളത്തില് മറ്റേ തീവ്രവാദ സംഘടനകൾക്കെതിരെ ചർച്ച നടക്കുകയും സമ്മേളനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് കേരളത്തിലെ ഈ സലഫിയത്തിലുള്ള വിഭാഗം ടീം, മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരാണ്, അതായത് സമസ്തയിലുള്ള ആളുകളാണ്. ശരി, ഇവരൊക്കെ കേരളത്തിലെ സകല മുസ്ലിം സംഘടനകളും ഈ തീവ്രവാദങ്ങൾക്കെതിരെ സംസാരിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ISISുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യം,
ഒന്ന് ഇവൻ പറഞ്ഞ വലിയൊരു ആരോപണമാണ്, കേരളത്തിലെ റൈറ്റ് വിംഗേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന വലിയ ആരോപണം. ഐസിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന്റെ ദറസിലൊരു മുദരിസ് അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദ്, ആ ഉസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഈ സപ്പോർട്ട് ചെയ്തിട്ട് ഐസിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെയുള്ള അവിശ്വാസിക ആൾക്കാരെ കൊന്നു കളയണം. ഒന്നാമത് ഐസിസിനെ കൊന്നു കളയണം മുസ്ലിങ്ങൾ കേട്ടോ, വേറെ കോമഡി അവൻ അറിയില്ല. ഐസിസുകാർ അവിടെ അവിശ്വാസത്തെ കൊന്നു കളയുന്നുണ്ട്, കൊന്നു കളയട്ടെ, അങ്ങനെ കൊല്ലപ്പെടേണ്ടതാണ്, ഐസിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയണത്. മസ്റ്റായിട്ടും ആ ഉസ്താദിന്റെ പേര് നീ പറഞ്ഞിരിക്കണം സഹോദര, നീ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അതൊരു എന്താ നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, ഏതാണ് ദർസ് ഇത് ചെയ്യുന്ന കാര്യമാണ്. എന്റെ അറിവിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാ മുസ്ലിം സംഘടനകളും യോജിച്ച് നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകളിൽ ഒന്നെന്തായിരിക്കും, ഐസിസ് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ ആയിരിക്കും. എല്ലാ ജില്ലയിലും എല്ലാ നാട്ടിലും ഈ പരിപാടി നടന്നിട്ടുണ്ടാവും. അത് നടത്തേണ്ടി വന്നത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പേഴ്സണലി, കാരണം വേറൊരാൾക്കാരെ ആരോപിക്കുമ്പോഴേക്കും ആ ആരോപണം ഏറ്റെടുത്തിട്ട് അതിനൊരു ക്യാമ്പയിനായി ചെയ്യേണ്ട ഒരു ആവശ്യം മുസ്ലിം ഉമ്മത്തിനില്ല, ശരിക്കില്ല. നിവൃത്തിയില്ലാത്തത് ഇവരെ പോലെയുള്ള ആളുകൾ കാരണം കൊണ്ടായിരിക്കും. പക്ഷെ ഇത്രത്തോളം കേരളത്തിൽ നടത്തിയ വേറൊരു പ്രോഗ്രാം എന്റെ അറിവിലില്ല. എന്റെ പേഴ്സണലായിട്ട് ഞാൻ നമ്മളിതൊക്കെ വീക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ, ഞാൻ ജനിച്ചതിന് ശേഷം ഇത്ര വലിയ ക്യാമ്പയിനുകൾ നടന്നത് വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രത്തോളം ക്യാമ്പയിനുകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഇയാൾ ഈ വാദം ഉന്നയിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഐസിസിനെ വെള്ളപൂശിയ കാലം ഉണ്ടായിരുന്നു. മനോരമ വരെ നഴ്സുമാരെ, മലയാളികളായിട്ടുള്ള നഴ്സുമാരെ സംരക്ഷിച്ച കേസിൽ ഐസിസിനെ കുറിച്ചിട്ട് നല്ലത് എഴുതിയ കാലഘട്ടം ഉണ്ട്. ആ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിലെ അവര് മുസ്ലിം നഴ്സുമാരെ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന പറഞ്ഞിട്ട് പ്രത്യേക ഐസിസ് വിമതർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിൽ അടക്കം ഐസിസിന് വേണ്ടിയിട്ട് വാദിച്ച് പോസ്റ്റ് ഇട്ട കുറെ ലിബറൽസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന സിറിയയും ഇറാഖും മോചിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബഷാറിന്റെ കയ്യിൽ നിന്ന് മോചിക്കപ്പെടുന്നു, അതേപോലെ തന്നെ ഇറാഖിന് വിമോചന സ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എഴുത്തുകളൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തില് ഐസിസിന് എതിരെ പറഞ്ഞ ആൾക്കാരാണ് മുസ്ലിം ഉമ്മത്തിലെ ഉലമാക്കള്, പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹ്സിൻ അബ്ബാദ് അൽ ബദറിനെ പോലെയുള്ള പണ്ഡിതന്മാര്. അവർ എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഇവര് നന്നാക്കി പറയുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. സക്കറിയ സുറാഹി റഹിമഹുള്ള മരിച്ചു പോയിട്ടുള്ള കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള അൽ ഇസ്ലാഹ് എന്ന് പറയുന്ന മാഗസിൻ. അതിൽ തുടരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഐസിസിനെതിരെ എഴുതിയിട്ടുണ്ട്. അതൊരു പുസ്തകമായിട്ട് ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐസിസിനെതിരെ മാത്രമായിട്ട് കേരളത്തിൽ എന്റെ അറിവില് ഒരുപാട് പുസ്തകങ്ങൾ, 5-ലധികം പുസ്തകങ്ങൾ മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പല സംഘടനകളിൽ നിന്നും. ഇങ്ങനെയൊക്കെ വന്നിട്ടും ഇവരുടെ വാദം എന്താണ്, ഈ പറയുന്ന രീതിയിലാണ്. എന്നാൽ ഇവര് പറയണം ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, ഐസിസ് ഇസ്ലാമികമാണ്, അല്ലെങ്കിൽ ഐസിസ് ചെയ്യുന്നത് മുസ്ലിമീങ്ങളെ കൊല്ലുന്നതിന് ഏത് മുസ്ലിമാണ് കൂട്ടുനിൽക്കുക? ഐസിസ് എവിടെയാണ്? ഐസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബിയിൽ ദൗലത്ത് ഇസ്ലാമിയ അൽ ഇറാഖി വശാബ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇറാഖും ഷാമും, സിറിയയും അതേപോലെ തന്നെ ലെവന്റും അതേപോലെ തന്നെ ഇറാഖുമാണ് അതിന്റെ ഉദ്ദേശം. ഇവിടെ ഉള്ള ആൾക്കാരാരാ? മുസ്ലിമീങ്ങളാണ്. ഈ മുസ്ലിങ്ങളുടെ മേലെയാണ് അവർ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. മുസ്ലിങ്ങളെയാണ് കഴുത്തറുത്തു വന്നിട്ടുള്ളത്. മുസ്ലിങ്ങളെയാണ് പല തവണ അവരെന്ത് ചെയ്തിട്ടുള്ളത്, അടിമയാക്കി അടിമച്ചന്തയിൽ വിറ്റിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ന്യായീകരിക്കുന്ന ഏത് മുസ്ലിമാണുള്ളത്? അത് മുസ്ലിമാണ്. പുറത്തു കൊണ്ടുവരട്ടെ. അല്ല ഈ ഭീകരവാദത്തെ അവർ ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സാമൂഹിക തിന്മയാണ് അല്ലെ? ആ സാമൂഹിക തിന്മ ചെയ്ത ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ പറയുന്ന സൊസൈറ്റിയോട് കാണിക്കേണ്ട നീതിയാണ്. മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇവരെ ഏത് പഠിച്ചിട്ട് പഠിച്ചു എന്ന് പറഞ്ഞ ദറസ് പഠിച്ചിട്ട് എവിടുന്ന് പഠിച്ചതെന്ന് കൃത്യമായിട്ട് പഠിച്ചോ എന്നുള്ള വിഷയത്തിൽ സംശയം ഉണ്ട്. പക്ഷെ ഇവ മസ്റ്റായിട്ട് എന്തായാലും ഇവൻ ചെയ്തേ പറ്റുള്ളൂ. ഒരു കായികയില്ലാത്ത മനുഷ്യനാണെന്ന് ഇവൻ മസ്റ്റായിട്ട് ചെയ്യണ്ടോ, മസ്റ്റായിട്ട് ഇവൻ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പറയാൻ കാരണം ഞങ്ങളെ നെഞ്ചത്തോട്ട്, മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ട് തോന്നിവാസം വിളിച്ചു പറയാൻ നിൽക്കരുത്. നിനക്ക് വരുമാനം ഉണ്ടാക്കണം, നീ വല്ല പണിക്ക് പോകും, അല്ലെങ്കിൽ നീ വല്ല മക്കൾക്ക് തെണ്ടാൻ പോകും. അതുണ്ട് നാണവമാനം ഉണ്ട്. ഇത് ഉൾപ്പുള്ളവരാണെങ്കിൽ നമ്മളെ ഉസ്രം പൊടി എന്ന് പറയും, ആ പരിപാടി ഉണ്ടെങ്കിൽ അല്പം നാണവമാനം ഉണ്ടെങ്കിൽ, ഇത്തിരി നാണവമാനം ഉണ്ടെങ്കിൽ നീ പോയി ആ ദറസ് പഠിച്ച നീ ദറസ് പഠിച്ചത് ബുദാബിനെ പോയി പറഞ്ഞു കൊടുക്കും പോയിട്ട്, അത് നീ പറഞ്ഞു കൊടുക്കും പോയിട്ട്. അത് മാത്രല്ല, ഏത് പണ്ഡിത് ഏത് മുദരിസാണ് അല്ലെ ഏത് ഉസ്താദിനോട് ഐസിസിനെ സപ്പോർട്ടിനോട് സംസാരിച്ചെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നീ അത് കേസ് കൊടുത്തു പറ്റുള്ളൂ. നിങ്ങളുടെ ചാനൽ ഉണ്ടല്ലോ, പേര് പറയുന്നില്ല, ആ ചാനലിലുള്ള പുതിയ മറ്റേ ലിബറൽ ദായിമാര് ഓക്കെ,
നരക കവാടത്തിലേക്ക് ക്ഷണിക്കുന്നവർ. അതെ, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നിങ്ങളുടെ ടീം, നരകത്തിലേക്ക് വരൂ സ്വർഗം ഉപേക്ഷിക്കും എന്ന് പറയുന്ന ആ ടീം ഉണ്ടല്ലോ, ഈ ടീമിന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കേസ് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ വീഡിയോ സ്പ്രെഡ് ആയിട്ട് വേറെ ആരും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം മുസ്ലിം സമുദായത്തിനെതിരെ മൊത്തമായിട്ട് പറഞ്ഞ ആരോപണമാണ്. സമസ്തയും ISIസും തമ്മില് ഇതൊക്കെ കോമഡിയാ. പോട്ടെ, എന്തായാലും സമസ്തയുടെ മേലെ ഈ ആരോപണം വെച്ചിട്ടുള്ളൂ. ആൾക്ക് ഈ ഒരു ഇതിന്റെ ഒരു ഇരിപ്പുവശം മനസ്സിലായിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നീ പറയുന്നത് വേണ്ട. ആരോപിച്ചത്. വേറെ ജമാഅത്തിനെതിരെയോ സലഫികൾക്കെതിരെ ആരോപിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് എരിവും പൊളി ഇട്ട് കൊടുക്കാൻ പറ്റും. രസമുണ്ട്. അതെ, ഇതിപ്പോ സമസ്ത പേരിൽ ആരംഭിച്ചിരിക്കുന്നത് വേറെ കോമഡി. അപ്പൊ സമസ്തയില് ഈ ഏത് തറസ്സിൽ വെച്ചിട്ടാണ്, എവിടെ വെച്ചിട്ടാണ് ആയത് ഉസ്താദ് പറഞ്ഞത് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. കേസ് കൊടുക്കും വേണം. പുറത്ത് പറയുന്ന കേസ് കൊടുക്കും വേണം. ആൾക്കാർ കേസ് കൊടുക്കും. ചുമ്മാ ഡയറി കൊടുത്തു കാര്യമില്ല, കേസ് കൊടുക്കും വേണം. കേസ് കൊടുക്കന്നെ വേണം. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഇവിടെ കയറാൻ കൂട്ടിട്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളല്ലേ ISIS സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് അടുത്തൊരു കാര്യം അല്ല പോലെ നിർബന്ധമായിട്ട് ചെയ്ത് പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ ഒന്ന് വെറുതെ വന്ന് നിനക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇമാര് നോണ പറയാൻ നിൽക്കരുത്. നോണയാണെങ്കിൽ, നോണയല്ലെങ്കിൽ നീ ഇപ്പൊ പറയേണ്ടതല്ലേ, ഉറപ്പായിട്ടും പറയാം. അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത കേട്ടോ, എമ്മാര് നോണ പറയുന്ന ആളെ വീട് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. ഓർക്ക് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ പച്ചക്ക് പറയുന്നതിന്റെ വീഡിയോ നമ്മൾ കേൾക്കുന്നത്. എന്തായാലും അടുത്ത വീട് എന്താന്ന് വെച്ചാൽ ചേകന്നൂർ വധം. ചേകന്നൂര് വധിക്കപ്പെട്ടവനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെയും പല ഉസ്താദുമാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആശയത്തിന്റെ പേരിൽ ആയുധമെടുത്ത് ശരിയായില്ല. അയാൾ ആശയത്തെ ആശയം കൊണ്ട് തന്നെ നേരിടേണ്ടിയിരുന്നു, അല്ലാതെ ആയുധം കൊണ്ടല്ല നേരിടേണ്ടിയിരുന്നത് എന്ന് പറയുന്ന സമയത്ത് അവരിൽ ചിലർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഇസ്ലാമിൽ ഖണ്ഡിതമായി അറിയപ്പെട്ട കാര്യത്തെ നിഷേധിക്കുന്നവൻ കാഫിറാണ്, അതുകൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. ചേകന്നൂർ കൊല്ലപ്പെടേണ്ടവൻ തന്നെ ആയിരുന്നു. അതുകൊണ്ട് നീ എന്തിനാണ് അതിൽ വിഷമിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. അപ്പൊ ആ ഒരു സങ്കടവും അമർശവും വിമർശനമൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് അതൊന്നും യഥാർത്ഥ ഇസ്ലാമല്ല, അതൊരിക്കലും യഥാർത്ഥ ഇസ്ലാം ആവൂല എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുള്ളത്. അടുത്ത ആരോപണം, അതായത് കേരളത്തില് ISISനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ ഏതോ ഒരു തീവ്രവാദ സംഘടന കാത്ത പഠിച്ചേക്കണോന്നു പോവാതെ. അല്ലാതെ കേട്ടിട്ടില്ല, നമ്മളൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ മദ്രസയിൽ പോയിട്ടുണ്ട്. ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഹാഫിദാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ നീ ദർസ് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അല്ലേ? പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഉസ്താദന്മാരെ പരിചയമുണ്ട്. ഇതുവരെ നമ്മളോടൊരു ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ചേകന്നൂർ മൗലവി എന്ന് പറഞ്ഞ കേരളത്തില് അയാളുടെ വിശ്വാസം, അയാളുടെ മതം പ്രചരിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആളെ പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ, ആളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നവന്മാരായിട്ട് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരുണ്ടെങ്കിൽ അതും നീ തുറന്നു പറഞ്ഞു പറ്റുള്ളൂ. അങ്ങനെ ഒന്നും വെറുതെ വിടില്ല. വെറുതെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നുണ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നക്ഷത്രം പ്രതീക്ഷിക്കണ്ട. ആ പരിപാടി നടക്കൂല. ഈ പറഞ്ഞതിനൊക്കെ തെളിവ് പറയണ്ട. ഇത് ആര് പറഞ്ഞു, ഏത് ഉസ്താദ് പറഞ്ഞു, ഏത് ദർസിലാണ് പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ കേസ് ഉണ്ടായി കൊടുക്കുക. ആ ചേകന്നൂർ വധവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായി കൊടുക്കുക. നോക്കട്ടെ, നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അല്ല ഇത് എന്താണ് തൊള്ളെ തോന്നി വിളിച്ചു പറയും. എനിക്ക് വിളിച്ചു പറഞ്ഞൂടെ? ഒരു ലിബറൽ ഉണ്ടായിരുന്നു കേരളത്തിൽ, ലിബറലുണ്ട്. ആ പുള്ളിക്കാരന്റെ പരിപാടി ഇങ്ങനെയാണ്. ആള് ISISനെ സപ്പോർട്ട് ചെയ്യും, മറ്റേ സംഘടനയെ സപ്പോർട്ട് ചെയ്യും, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യും, സ്ത്രീകളെ കൂട്ടിക്കൊടുക്കും, പെൺകുട്ടികളെ പെട്ടിട്ട് കൊണ്ടുപോകും, എന്നിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കും. എന്തൊക്കെ എനിക്ക് വിളിച്ചു പറയാ? തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞൂടെ? ഒരു അഡ്രസ് ഇല്ലാത്ത വാദങ്ങൾ പറയാം. എന്ത് വാദം? എനിക്കെന്ത് പറഞ്ഞൂടെ? വെറുതെ തോന്നിവാസം വിളിച്ചു പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ നോക്കുക. നീ അടുത്ത വീട്. ഞാൻ ദർസ് പഠനം തുടരുന്നതിനിടയിലാണ് ഒരിക്കൽ യുക്തിവാദികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ യാദൃച്ഛികമായി എത്തിപ്പെടുകയും ഒരു അറിയാത്ത ഒരാൾ ആഡ് ചെയ്യണം ആ ഗ്രൂപ്പിൽ ചെന്നെത്തിപ്പെട്ടപ്പോൾ ഇവരുടെ വാദങ്ങളും മറ്റും കേട്ടപ്പോൾ ഞാൻ ട്രിഗർ ആവുകയും, ഞാൻ ഒരു നിവൃത്തികേട് കൊണ്ട് പടച്ചോനും പ്രവാചകനും പറഞ്ഞതിന്റെ പേരിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിലും, ഇപ്പോ ഈ പറയുന്ന ശൈശവിവാഹം, അടിമത്തം, യുദ്ധം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവയൊക്കെ വ്യക്തിപരമായി അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിലും അത് അംഗീകരിക്കേണ്ട അവസ്ഥയാണ്. കാരണം പറഞ്ഞല്ലോ, പടച്ചോന്റെ പ്രവാചകന്റെ നിയമങ്ങളായിരിക്കും, നാം എങ്ങനെ അവയെ ചോദ്യം ചെയ്യും? എന്തായാലും അതിനനുസരിച്ച് അതിന് വിധേയപ്പെട്ട് നിൽക്കേണ്ട ആളെന്ന് നിലക്കും മറ്റുള്ളവർ അതിനെ വിമർശിക്കുകയും അതിനെ അപഹസിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, ആ ആശയങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങേണ്ട ഒരു ചുമതല സ്വയം ഏറ്റെടുത്തത് കൊണ്ടും ഞാൻ യുക്തിവാദികളുടെ ആ ഗ്രൂപ്പിലേക്ക് കയറി ചെല്ലുകയും അവരോട് ഒരുപാട് കാര്യങ്ങളിൽ സംവദിക്കുകയും ഇസ്ലാമാണ് ഏറ്റവും ടോപ്പ്, മുഹമ്മദാണ് ഉത്തമ മനുഷ്യൻ എന്ന രീതിയിൽ സംവദിക്കുകയൊക്കെ ചെയ്തു.
അങ്ങനെ അവരുമായുള്ള ഘോരഘോരമായ വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ മതമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന രീതിയിൽ ഞാൻ വാദത്തിനൊന്ന് മാറ്റി. ഇസ്ലാം വേണം മനുഷ്യന് എന്ന് പറയാൻ പോയ ഞാൻ മതമെങ്കിലും മനുഷ്യന് വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്നാൽ വീണ്ടും അവിടെ ചർച്ചകൾ പോകെ എന്റെ വാദത്തിന് വീണ്ടും ഒരു മാറ്റം സംഭവിച്ചു. ദൈവമെങ്കിലും ഇല്ലാതെ എങ്ങനെ, ആ ഒരു സങ്കല്പമെങ്കിലും ഇല്ലാതെ എങ്ങനെ മനുഷ്യന് നിലനിൽക്കാൻ കഴിയും എന്നതായിരുന്നു പിന്നെ എന്റെ ചോദ്യം. അതിനെ അവര് വളരെ ശക്തമായി അതിനെ അവർ ഡിഫീറ്റ് ചെയ്ത് കളഞ്ഞു, തകർത്ത് കളഞ്ഞു. കഴിവില്ലാത്ത ആൾക്കാർ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിന് ഇസ്ലാമികപരമായിട്ട് ചില വിശ്വാസപരമായ കുറച്ച് കാര്യം അത് പഠിപ്പിക്കുന്നില്ലേ? നീ പഠിച്ച ശേഷം മാത്രമേ ഇത്തരം പരിപാടി സംസാരിക്കാൻ പറ്റൂ. ആളും പരിചയമില്ലാതെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മേത്തടി കിട്ടി പോവും, തിരിച്ചു വരും. അറിവില്ലാത്തവര് പോയ തോക്കും. ശരിയാണ്, ശരിയാണ്, സംഭവിക്കും. അറിവില്ലാത്തവർ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോ കയ്യിൽ നിന്ന് പോയിന്ന് വരാം. അപ്പൊ ഒന്നാമത് ഇവൻ പറഞ്ഞ കാര്യം, ഫസ്റ്റ് പറഞ്ഞത് അത് നീ ശ്രദ്ധിച്ച, ഇവനെ അറിയാത്ത ആരോ ആഡ് ചെയ്തുകൊണ്ട് ഇവരെന്താ കൊല്ല കൊള്ളസംഘം നടത്തുകയാണോ? ഈ ഏറ്റിസ്റ്റുകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എടാ നീ ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോണ്ട് ഒരു പുതിയ ഗ്രൂപ്പിൽ ആഡായിരിക്കുന്നു. ആരാ ആഡ് ചെയ്തെന്ന് അറിയില്ല, നമ്പർ എങ്ങനെ അവിടെ എത്തിയെന്ന് അറിയില്ല. എന്നിട്ട് ഇവനവിടെ നീ അങ്ങനെ കണ്ടാല് ബുദ്ധിയുള്ള മനുഷ്യൻ എന്തിക്കുന്നത് അറിയോ? ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നെങ്കിലും ഒരു എക്സ്ട്രീം ലിബറൽ അല്ല എക്സ്ട്രീം പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ആവാൻ സാധ്യത ഉണ്ട് അല്ലേ? ഒരു തീവ്രവാദ സംഘടന ഗ്രൂപ്പ് ആയിരിക്കാം. അപ്പൊ നമ്മളെ വേഗം ലെഫ്റ്റ് ആയി പോയിട്ട് നമ്മൾ നോക്കുക, അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാം. ബുദ്ധി തന്നെ ചിന്തിക്കാനല്ലേ? അല്ലെ, അറിയാത്ത സ്കാം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാമിലേക്ക് ക്ഷണിക്കുന്ന എന്തെങ്കിലും സംഭവമായിരിക്കാം. ഇങ്ങനെയൊക്കെ വിചാരം വരും. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പെർമിഷൻ ചോദിക്കും അല്ലെ? പോവാതെ നമുക്ക് അറിയുന്ന കാര്യം, ഹായ് ബ്രദർ, ദിസ് ഇസ് ഞാനിങ്ങനെയാണ്, ദിസ് ഇസ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ എന്ന് പറഞ്ഞിട്ട് ക്യാൻ ഐ ആഡ് യു എന്ന് ചോദിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു പെർമിഷൻ ചോദിക്കും, ആഡ് ചെയ്യട്ടെ പെർമിഷൻ ചോദിക്കും. ഇവൻ പറയുന്നത് എന്താ അറിയോ? ആരോ ഒരാൾ, ഇവനറിയാത്ത ഒരാൾ ഇവനെ ഏത്യസ്റ്റുകളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ഏത്യസ്റ്റും നിലവാരം ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ കൺസെന്റ് അവിടെ അമേരിക്കയിൽ പോയിട്ട് ടൂർ പോയിക്കും കൺസെന്റ് ആ സമയത്ത്. അപ്പൊ അവർക്ക് അപ്പൊ കൺസെന്റിന്റെ ആവശ്യമില്ല, ഒരാളെന്ന് ആഡ് ചെയ്യാൻ കൺസെന്റിന്റെ ആവശ്യമില്ല. അനങ്ങിയ കൺസെന്റ് വേണം. ഇപ്പൊ അവരെ വീഡിയോ റിയാക്ട് ചെയ്യാൻ ആരും കൺസെന്റ് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതുവരെ പറയാം. അവര് ഒരാളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഗ്രൂപ്പ് ആയിരിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കാര്യം കൺസെന്റ് ചോദിക്കുന്നത് മിനിമം ലോജിക്കാണ്, മിനിമം കോമൺ സെൻസ്. കുറച്ച് അനോണിമസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമാണോ ഈ പറയുന്ന ഏത്തിസം? അവരെന്നെ റീതിങ്ക് ചെയ്യട്ടെ. കാരണം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കാത്ത വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. പല വൃത്തികേടുകളും അങ്ങനെയാണല്ലോ. നമുക്ക് നമ്മുടെ സ്വന്തം പേരിട്ട് പ്രചരിപ്പിക്കാൻ പറ്റൂല. അപ്പൊ എന്താവും? ഇപ്പം ഫുഹാദ് എന്നോ ജുനൈദ് എന്നോ പേരിട്ട് പ്രചരിപ്പിക്കാൻ പറ്റാത്തത് നമ്മൾ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് പ്രചരിപ്പിക്കും. അതെന്താ വെച്ചാൽ ഫേക്ക് നെയിമും ഫേക്ക് മുഖമൊക്കെ വെച്ചിട്ട്. നമ്മളല്ല ചില എക്സ്ട്രീം വിഭാഗം ആൾക്കാര്. അപ്പൊ അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആശയധാരയിലേക്കായിരിക്കും അയാൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ ഇയാൾ അറിയാത്ത ഒന്നാമത് ഫസ്റ്റ് പറഞ്ഞ ദീൻ പഠിച്ചിട്ടില്ല, ദീനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരു മനുഷ്യന് ജബ്ബാർ മാഷിന്റെ പുസ്തകം എടുത്ത്, ജബ്ബാർ വലിയ പണ്ഡിതനാന്ന് കരുതി പുസ്തകം വായിച്ചാണ്. ജബ്ബാർ ആരാധോ അതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കാതെ, സയൻസ് അറിയാത്ത അറബി അറിയാത്ത ഒരാളുടെ പുസ്തകം വായിച്ച് സ്വയം ഉസ്വാസ് നടക്കുന്ന, സ്വയം കൺഫ്യൂഷൻ നടക്കുന്ന ഒരാള് അത് കേൾക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്നത്. സ്വാഭാവികമായിട്ടും അത് ദീൻ അറിയാത്തത് കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ല, നമുക്ക് മനസ്സിലാവും ഓൾറെഡി. അവരെ ഒന്നും അത് മാത്രമല്ല, ഇവന്റെ സംസാരം മൊത്തം കേട്ടപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറയുമ്പോൾ ദീനുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പൊ അവൻ ആ ഗ്രൂപ്പിലേക്ക് ആടായ സമയത്ത് ഇസ്ലാം ആണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാദിച്ചു. അപ്പൊ അത് ശരിയായില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് ജീവിക്കുന്ന മതം വേണമെന്നൊരു ആവശ്യം അവൻ മുന്നോട്ട് വെച്ചു. നമ്മൾ പറയാനുള്ളത്, ജീവിക്കാൻ മതം ആവശ്യമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് എങ്ങനെ വേണം ജീവിക്കാം. ഇപ്പൊ ഒരാള് പറയാണ് ഞാന് പല കാട്ടിൽ പോയി പഴങ്ങൾ കഴിച്ച് ജീവിച്ചോളാം എന്ന് വരെ പറയണം, ഒരു കുരങ്ങന്റെ പോലെ. ആർക്ക് തിന്ന് ജീവിക്കാം. കാട്ടിൽ പോയി കുരങ്ങന്മാരെ പോലെ കുറെ കാട്ടിലെ കുറെ പഴങ്ങളെല്ലാം പറിച്ച് അതെല്ലാം കഴിച്ച് ജീവിക്കാം, ജീവിച്ചു പോകും. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമ്മുടെ ശരീരം വർക്ക് ചെയ്യും, നമ്മളങ്ങനെ ജീവിച്ചു പോകും. ചില ആൾക്കാർക്ക് വേണമെങ്കിൽ ഹോംലെസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ചില രാജ്യങ്ങൾ കാണാൻ സാധിക്കും, റോഡ് സൈഡിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടാവും, ഡ്രഗ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. മതമൊന്നുമില്ല, അതൊക്കെ ജീവിക്കാൻ മതത്തിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ മതത്തിന്റെ ആവശ്യം എന്ത് അതവന് അവൻ അറിയില്ല. അവൻ ജീവിക്കാൻ മതം ആവശ്യമുണ്ടെന്ന് അവർ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മറ്റേ ചോറും കറിയും കഴിച്ചാൽ പോരെ ജീവിക്കാന്ന് ചോദിച്ചപ്പോ അവന് കുടുങ്ങിയിട്ടുണ്ടാവും, അവനറിയില്ലല്ലോ.
എന്ത് സംഭവം എന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മള് ഒരു ചർച്ചക്ക് പോകുമ്പോ എന്ത് ചെയ്യണം? ബേസിക് ആ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തെ അതെ കുറിച്ച് പഠിക്കണം. അല്ലെങ്കിൽ അതെ ചർച്ചയ്ക്ക് നിൽക്കുന്നതിൽ അർത്ഥമല്ല. അതെ ഈവൻ അതെ അതെ അതുകൊണ്ടാണ് ഇത് വാളും പരിചയമില്ലാതെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഉം. മുറിയേൽക്കുക വാളും സ്വാഭാവികമാണ്. പരിചയമില്ലാന്ന് മാത്രല്ല, നെഞ്ചു വിരിച്ച പോണത് ഇങ്ങനെ കുത്തിക്കൊന്നത്. മണ്ടന് മനസ്സിലാവുന്നില്ല. അതെ. ഇത് സംഭവം അതാ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങള് അപ്പൊ ഇതാ പറഞ്ഞു വരുന്നത്. ഇവന്റെ തന്നെ ഉസ്താദുമാര് പറഞ്ഞു എന്ന് ഇവൻ പറയുന്നുണ്ട്. അറബി പഠിക്കണം, നെഹ്വു പഠിക്കണം എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം നിന്റെ അവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ട് നീ അത് പഠിക്കുന്നത് നന്നായിരിക്കും, നിനക്ക് ദർസ് പഠനം നിർബന്ധമാണ്. കാരണം ആ ലെവലായിരിക്കും ഇവന്റെ അവസ്ഥ. അപ്പൊ തീരെ ഉണ്ടാവില്ല. ഇവനാണ് എന്ത് ചെയ്യുന്നത്, ചർച്ചക്ക് പോയിട്ടുള്ളത്. അപ്പൊ പിന്നെ ചർച്ചക്ക് പോയിട്ടേ അതാ പറയണത്. ഇപ്പൊ മതം ജീവിക്കാൻ മതത്തിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ജീവിക്കാൻ അറ്റ്ലീസ്റ്റ് മതത്തിന്റെ ആവശ്യം വേണം. അതായത് ജീവിക്കാൻ ഇസ്ലാം വേണം എന്ന് പറയുന്നു, പിന്നെ ജീവിക്കാൻ മതത്തിന്റെ ആവശ്യം വേണം എന്ന് പറയുന്നു, ജീവിക്കാൻ അത്യാവശ്യം ദൈവത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. നമ്മളെ വാദം കൃത്യമായിട്ട് മനസ്സിലായിക്കോ കേൾക്കുന്ന ആൾക്കാര്, കേട്ടോ. നമ്മൾ പറയുന്നത് നേരാവണ്ണം ജീവിക്കാനായിട്ട്, സ്വർഗം ലഭിക്കാനായിട്ട്. ഓക്കെ, ജീവിച്ചിട്ട് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? 3 ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ ആരാണെന്നുള്ള ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ ഞാൻ ആരാന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഇസ്ലാം അങ്ങനെ അഡ്രസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ള ക്വസ്റ്റ്യന്, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് നന്മയിലൂടെ നന്മ കൽപ്പിച്ചുകൊണ്ടും തിന്മ വിരോധിച്ചുകൊണ്ടും ജീവിക്കുക എന്നുള്ള രണ്ടാമത്തെ ഒരു ആൻസർ. മൂന്നാമതായിട്ട് നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ പോകുന്നത്, നമുക്കൊരു ആഫ്റ്റർ ലൈഫ് ഉണ്ട്, അവിടെ ചോദ്യം ചെയ്യപ്പെടും. അവിടെ നമുക്ക് നമ്മൾ ചെയ്ത കൂട്ടിയ കർമ്മങ്ങളുടെ നന്മയായാലും തിന്മയായാലും അതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. ഈ 3 വിശ്വാസങ്ങൾ അടിസ്ഥാനം 3 ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോ ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസം നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. എല്ലാ മതങ്ങളും ഒക്കെ ഈ ഒരു 3 ക്വസ്റ്റ്യൻസിനാണ് മെയിനായിട്ട് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ജീവിക്കാൻ ചോറും കറിയും കഴിച്ച് ജീവിക്കാം, കട്ടാൽ ജീവിക്കാം, അല്ലെങ്കിൽ തെണ്ടിയാൽ ജീവിക്കാം, അതൊക്കെ ജീവിക്കാം. അതിന് മതത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ലൈഫ്, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ആഫ്റ്റർ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മതത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് പറയാൻ പോലും ഇവൻ അറിയില്ല, അതുകൊണ്ടാണ് ഇവനവിടെ തോൽക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ വാളും പരിചയമില്ലാതെ നെഞ്ചു വിരിച്ച് പോയി കഴിഞ്ഞാൽ, തിരിച്ചറിയി കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണ്.